പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സമയം 7 മണിയായി. പോളിംഗ് ശതമാനം ഏകദേശം 70-നോട് എടുത്തെത്തിയിരിക്കുന്നതാണ് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആർക്കാണ് സാധ്യത കാണുന്നത്? സത്യത്തിൽ ഒരു 72 ഒക്കെ ആണ് ശരിക്കും UDF-നെ സംബന്ധിച്ച് നല്ല കംഫർട്ട് പൊസിഷനുള്ളത്. 70 എന്ന് പറയുമ്പോൾ ശരിക്കും വന്നു കഴിഞ്ഞാൽ ഈ BJP-ക്ക് ഒരു 45,000 വോട്ട് ഉറപ്പായിട്ട് പിടിക്കാൻ പറ്റാവുന്നൊരു അവസ്ഥയുണ്ട്. LDF-ന് ഒരു 40,000 വോട്ടിൻ്റെ താഴെ പിടിക്കാനുള്ള അവസ്ഥയാണുള്ളത്. ബാക്കി വരുന്ന വോട്ടുകളാണ് UDF-ന് കിട്ടുക. അപ്പോൾ ആ രീതിയിൽ ഒരു 51,000 52,000 വോട്ടിൻ്റെ അടുത്താണ് UDF-ന് കിട്ടാനുള്ള സാധ്യതയുള്ളത്. അതിൽ നമ്മൾ നോട്ട പിന്നെ റിബില് ഇങ്ങനത്തെ സ്ഥാനാർത്ഥികൾ വേറെ വരും. എങ്കിലും ഒരു ചെറിയ എഡ്ജിന് UDF-നാണ് സാധ്യത. ഇനി ഈ LDF-ൻ്റെ വോട്ടുകൾ LDF-ൽ പോവാതെ ആ വോട്ടുകൾ മുഴുവനും BJP-യിലേക്ക് മറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ, കാരണം ഉദാഹരണമായിട്ട് 35,000 വോട്ടിന് താഴെയൊക്കെ LDF പോവുകയാണെങ്കിൽ ഒരു പക്ഷേ BJP-ക്ക് അനുകൂലമുള്ളൊരു സാഹചര്യമുണ്ടാകും. നോർമലി LDF-ൻ്റെ വോട്ടുകൾ LDF പിടിക്കുകയും BJP വോട്ടുകൾ BJP പിടിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണെങ്കിൽ ചെറിയ ഒരു മാർജിന് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാനാണ് സാധ്യത. കാരണം ഈ ഒരു 72% പോളിംഗാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ആ പോളിങ്ങിന് താഴെ വന്നുകൊണ്ട് 70 എന്ന റേഞ്ചിലൊക്കെ നിൽക്കുമ്പോൾ ഒരു ചെറിയ ഒരു മാർജിനിൽ മാത്രം അവിടെ ജയിക്കാനുള്ള സാധ്യതയാണ്. LDF-ൻ്റെ വോട്ടിൽ BJP-യിലേക്ക് 35,000-ന് താഴെ വോട്ട് പോവുകയാണെങ്കിൽ, അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഉറപ്പായിട്ട് BJP ജയിക്കും. കാരണം പ്രഥമ ദൃഷ്ട ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെറിയൊരു അടിച്ച് ഒരു UDF സ്ഥാനാർത്ഥിക്കാണെന്നാണ് ഇപ്പോൾ കാണുന്നത്. ഇനി നാളെ ഫുള്ളായിട്ട് പോളിംഗ് ശതമാനമൊക്കെ വന്ന് വിശദമായിട്ട് ഓരോ പഞ്ചായത്തിലും എങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞു വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റും. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അങ്ങനെയാണ് ചെറിയൊരു അടിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു അടിച്ച് UDF-ന് അനുകൂലമാണ്. എന്നുവെച്ചാൽ ഒരു 51,000 52,000 വോട്ട് വരെ UDF-ന് പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അവിടെ. പക്ഷെ BJP-ക്ക് എന്തായാലും 50,000-ന് താഴെ വരാനുള്ള സാധ്യതയുള്ളൂ. LDF ആണെങ്കിൽ എങ്ങനെ പോയാലും 40-ൻ്റെ താഴെ വരാനാണ് സാധ്യതയുള്ളൂ. ഈ LDF-ൻ്റെ 35-ന് താഴെ വല്ലാണ്ട് പുറകിലേക്ക് പോവുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഭയങ്കര ചേഞ്ച് വരാം. അപ്പോൾ അത് ഇപ്പോഴത്തെ അവസ്ഥ. നാളെയൊക്കെ നമുക്ക് വിശദമായിട്ട് കുറച്ചുകൂടി പറയാൻ പറ്റും. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ഇങ്ങനെയാണ് പറയാൻ പറ്റും. ഓക്കെ.